ഒരാധുനിക സമ്പദ്വ്യവസ്ഥയെ, ഒരു മോഡേൺ എക്കോണമിയെ മുന്നോട്ടോടിക്കുന്നത് എന്തായിരിക്കും? വലിയ വലിയ ഫാക്ടറികളാണോ, അതോ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ? എന്നാൽ യഥാർത്ഥ ഉത്തരം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ്. അത് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അതെ, ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അതിശയം തോന്നാം. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ ശക്തി എന്നത് വമ്പൻ കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്. നമ്മൾ അവരെ MSMEകൾ എന്ന് വിളിക്കും, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ ഈ ചെറിയ ഭീമന്മാരുടെ ലോകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ MSMEകൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറുന്നത്? കൂട്ടത്തിൽ കേരളം ഈയൊരു രംഗത്ത് എങ്ങനെയാണ് ഒരു പുതിയ ചരിത്രം തന്നെ എഴുതുന്നത്? നമുക്ക് നോക്കാം. നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതല്ലേ? ആദ്യം എന്താണ് ഈ MSME എഞ്ചിൻ എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ കേരളത്തിലുണ്ടായ ആ ഒരു കുതിച്ചുചാട്ടം എന്താണെന്ന് നോക്കും. അതിനുശേഷം ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നാഷണൽ സിസ്റ്റം, പിന്നെ കോൺക്രീറ്റ് പദ്ധതികൾ. അവസാനം കേരളത്തിന് ഇനി മുന്നോട്ട് എന്ത് എന്നതിനെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ MSMEകൾ? പേര് കേൾക്കുമ്പോൾ മൈക്രോ, സ്മോൾ, മീഡിയം എന്നൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇവരുടെ സ്വാധീനം ഒട്ടും ചെറുതല്ല, വളരെ വലുതാണ്. ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ MSMEകൾ എന്ന് പറയുന്നത് വെറും ബിസിനസ്സുകൾ മാത്രമല്ല, അവ ശരിക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. നമ്മുടെ ഗ്രാമങ്ങളെ സിറ്റികളുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ്. പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാകുന്ന ലാബുകളാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്തിന്റെ കയറ്റുമതിയുടെ ഒരു വലിയ പങ്ക് വരുന്നത് ഇവരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, അല്ലേ? ഒരു ബിസിനസ് മൈക്രോ ആണോ, സ്മോൾ ആണോ, അതോ മീഡിയം ആണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? വെൽ, അത് അവർ ബിസിനസ്സിൽ മുടക്കുന്ന പണത്തിനെ, അതായത് നിക്ഷേപത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു നിർമ്മാണ യൂണിറ്റാണെങ്കിൽ അവരുടെ മിഷനറിയിലുള്ള നിക്ഷേപം 25 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അതൊരു മൈക്രോ യൂണിറ്റാണ്. ഇനി അതൊരു സർവീസ് സെക്ടറിലാണെങ്കിൽ ഈ ലിമിറ്റ് 10 ലക്ഷം രൂപയാണ്. ശരി, ഇനി നമുക്ക് ഈ രാജ്യത്തിന്റെ വലിയ ചിത്രത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് സൂം ചെയ്തു നോക്കാം. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം ഒരു സംരംഭകത്വ വിപ്ലവത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈയൊരു വലിയ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗവൺമെന്റിന്റെ സംരംഭക വർഷമെന്ന ക്യാമ്പയിൻ. ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ സംഭവിച്ചതെന്താണെന്നോ? അത് എല്ലാ പ്രതീക്ഷകളെയും മറികടന്നു. ആ വിജയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതിയാകും: 6.5 ലക്ഷം. അതെ, ഒറ്റ വർഷം കൊണ്ട് ആ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട പുതിയ തൊഴിലവസരങ്ങളാണിത്. ഇതൊരു നിസ്സാര കാര്യമല്ല, അല്ലേ? ഇനി കേരളത്തിലെ ഈ MSMEകളുടെ ഒരു ഘടന നോക്കിയാൽ ഭൂരിഭാഗവും സർവീസ് സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഔദ്യോഗിക രജിസ്ട്രേഷൻ കണക്കുകൾ, അതായത് UAM രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിൽ കൂടുതൽ യൂണിറ്റുകൾ സർവീസ് രംഗത്തും ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ ഉൽപ്പാദന രംഗത്തുമാണെന്ന് കാണാം. കേരളത്തിലെ MSMEകളെന്ന് പറയുമ്പോൾ അതിന്റെ വൈവിധ്യം നമ്മൾ കാണണം. കരകൗശല വസ്തുക്കൾ, ഫുഡ് പ്രോസസ്സിംഗ്, ടെക്സ്റ്റൈൽസ്, കയർ, മുള, റബ്ബർ, അങ്ങനെ എന്തെല്ലാം. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ MSME യൂണിറ്റുകളിൽ 3/1 നടത്തുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കേരളത്തിന്റെ ഈ വിജയം ഒറ്റയ്ക്ക് സംഭവിച്ച ഒന്നല്ല. ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകളായി കേന്ദ്ര സർക്കാർ കെട്ടിപ്പടുത്ത ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റമുണ്ട്. നമുക്ക് ആ ഒരു ദേശീയ തലത്തിലേക്കൊന്ന് തിരികെ പോകാം. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. 1954 കയർ ബോർഡ് സ്ഥാപിച്ചതു മുതൽ 2006 MSMEകൾക്കായി ഒരു പ്രത്യേക നിയമം പാസാക്കിയതുവരെ ഈ മേഖലയെ സഹായിക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല, മറിച്ച് വളരെ കാലമായുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാണുന്ന വളർച്ച. ഈ സിസ്റ്റത്തിന്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ, ഓരോ ആവശ്യത്തിനും ഓരോ സ്ഥാപനം ഇവിടെയുണ്ടെന്നതാണ്. നിങ്ങൾക്ക് ഖാദി യൂണിറ്റ് തുടങ്ങണോ? അതിന് KVIC ഉണ്ട്. കയർ വ്യവസായമാണോ നിങ്ങളുടെ താൽപ്പര്യം? അതിന് സഹായിക്കാൻ കൊച്ചിയിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള കയർ ബോർഡുണ്ട്. മാർക്കറ്റിംഗിന് സഹായം വേണോ? അതിന് NSIC ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സംരംഭകന് വേണ്ട എല്ലാ പിന്തുണയും നൽകാൻ ആളുണ്ട്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ മാത്രം പോരല്ലോ, അല്ലേ? മനസ്സിലുള്ള ഐഡിയകളെ ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റാൻ നേരിട്ടുള്ള സഹായം വേണം. അവിടേക്കാണ് സർക്കാരിന്റെ പലതരം പദ്ധതികൾ വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് PMEGP. ഇതൊരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ലോണിന്റെ കൂടെ സബ്സിഡിയും കിട്ടും. 2008 തുടങ്ങിയ ഈ പദ്ധതി ആയിരക്കണക്കിന് ആളുകളെയാണ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിനപേക്ഷിക്കാൻ പറ്റുക? അതിന്റെ മാനദണ്ഡങ്ങൾ വളരെ സിമ്പിളാണ്.
നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ചില വലിയ പ്രോജക്റ്റുകൾക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസം ആവശ്യമാണ്. പിന്നെ ഓർക്കുക, ഇത് പുതിയതായി തുടങ്ങുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടി മാത്രമാണ്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, അപേക്ഷിക്കേണ്ട പ്രോസസ്സ് ഇപ്പോൾ മുഴുവനായും ഓൺലൈനാണ്. അത് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാക്കിയിട്ടുണ്ട്. ഏതൊരു സംരംഭകനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫണ്ട് കണ്ടെത്തുക എന്നതാണ്. ഇവിടെയാണ് CGTSME, മുദ്രാ യോജന പോലെയുള്ള പദ്ധതികൾ സഹായത്തിനെത്തുന്നത്. CGTSME 1 കോടി രൂപ വരെ യാതൊരു ഈടുമില്ലാതെ ലോൺ കിട്ടാൻ സഹായിക്കുമ്പോൾ, മുദ്രാ യോജന 10 ലക്ഷം രൂപ വരെയുള്ള ചെറിയ ലോണുകൾ നൽകി ഏറ്റവും താഴെത്തട്ടിലുള്ള സംരംഭകരെ പോലും ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരി, നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് വരാം. സംരംഭക വർഷം എന്ന ആ ഒരു വലിയ വിജയത്തിന് ശേഷം കേരളം വെറുതെ ഇരിക്കുകയല്ല. ആ വിജയത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊരു കിടിലൻ നീക്കമാണ്. കേരള ബ്രാൻഡ്, അതായത് കേരളത്തിലുണ്ടാക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബ്രാൻഡിംഗ് നൽകുക. ലക്ഷ്യം വളരെ വ്യക്തമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാർക്കറ്റുകളിൽ ഈ പ്രൊഡക്റ്റുകൾക്ക് നല്ല വിലയും സ്വീകാര്യതയും ഉറപ്പാക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് മിഷൻ 1000. കാരണം ഒരു ബിസിനസ് തുടങ്ങിയാൽ മാത്രം പോരല്ലോ, അത് വളരുകയും വേണം. അപ്പോൾ നിലവിലുള്ള മൈക്രോ യൂണിറ്റുകളെ സ്മോളായും സ്മോൾ യൂണിറ്റുകളെ മീഡിയമായും വളർത്താൻ സഹായിക്കുക. അതാണ് ഈ മിഷന്റെ ലക്ഷ്യം. ഇത് ശരിക്കും ദീർഘകാലത്തേക്കുള്ളൊരു കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, സംരംഭകർക്കൊരു സുരക്ഷാ കവചം പോലെ പുതിയൊരു ഇൻഷുറൻസ് പദ്ധതി വരുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലെയും ഒരു പ്രത്യേക ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു തദ്ദേശ സ്ഥാപനം, ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയുണ്ട്. പിന്നെ MSMEകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്രത്തിന്റെ റാമ്പ് പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സപ്പോർട്ടിന്റെ ഒരു വലിയ വലയം തന്നെയാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വശത്ത് ശക്തമായ ദേശീയ അടിത്തറ, മറുവശത്ത് കേരളത്തിന്റെ പുത്തൻ പദ്ധതികൾ. ഇവ രണ്ടും ചേരുമ്പോൾ സാധ്യതകൾക്കൊരവസാനവുമില്ല. ഒരുപക്ഷേ നാളെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന അടുത്ത വലിയ ഇന്നൊവേഷൻ വരുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ പട്ടണത്തിൽ നിന്നായിരിക്കുമോ? ആ ഒരു ചോദ്യം നമുക്കിവിടെ ബാക്കി വയ്ക്കാം.